സാധാരണ ആൾക്കാരൊരു വിഷയം പറഞ്ഞാൽ ഇവർക്ക് എല്ലാവർക്കും റെസിഡൻറ്റ് അക്കൗണ്ട് ഉണ്ടാവും, പിന്നെ NRI അക്കൗണ്ട് ഉണ്ടാവും. അപ്പോൾ NRI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ തരം ബാങ്ക് അക്കൗണ്ട് ഉണ്ടാകാൻ പറ്റും എന്നുള്ളത് പറഞ്ഞിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും. ഓഫ് കോഴ്സ്. അപ്പോൾ ഈ NRI എന്ന് പറയുന്ന സ്റ്റാറ്റസ് എവിടെ നിന്നാണ് വരുന്നത് മനസ്സിലായിട്ട് വേണം നമ്മൾ ഈ അക്കൗണ്ടുകൾ പറയാൻ. NRI എന്ന് പറയുന്ന സ്റ്റാറ്റസ് ഇൻകം ടാക്സ് ആയിട്ട് യാതൊരു ബന്ധമില്ല. നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ എന്ന് പറയുന്ന ആ സ്റ്റാറ്റസ് വരുന്നത് FEMA, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് 1990 എന്ന് പറഞ്ഞ ആക്ടാണ്. നമുക്ക് ഈ FEMAയുടെ പ്രകാരമാണ് ഈ NRI സ്റ്റാറ്റസ് വരുന്നത്. ആ NRIക്കാണ് നമുക്കിവിടെ ഇന്ത്യയിൽ NRO അക്കൗണ്ട്, നോൺ റെസിഡൻറ്റ് ഓർഡിനറി അക്കൗണ്ട്, നോൺ റെസിഡൻറ്റ് എക്സ്റ്റേണൽ അക്കൗണ്ട്, NRI അക്കൗണ്ട്, ഈ 2 അക്കൗണ്ടുകൾ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ, ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഈ 2 അക്കൗണ്ടിൽ ബന്ധപ്പെട്ടാണ് മറ്റുള്ള ഡെപ്പോസിറ്റ് സ്കീമുകൾ കാര്യങ്ങളൊക്കെ വരുന്നത്. ഒന്ന്, ഇന്ത്യയിലെ വരുമാനം ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു അക്കൗണ്ടാണ് NRO അക്കൗണ്ട്. ഫോറിനിലുള്ള വരുമാനം ആക്സെപ്റ്റ് ചെയ്യാനുള്ള അക്കൗണ്ടാണ് നോൺ റെസിഡൻറ്റ് എക്സ്റ്റേണൽ അക്കൗണ്ട്. ഇത് രണ്ടിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് സിമ്പിൾ എക്സാമ്പിളാണ്. അതായത് നമുക്കൊരു NRO അക്കൗണ്ടിൽ കാശുണ്ട്. ആ കാശ് നമുക്ക് പുറത്ത് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് RBIയുടെ അപ്രൂവൽ വേണം. നോൺ റെസിഡൻറ്റ് എക്സ്റ്റേണൽ അക്കൗണ്ടിലുള്ള കാശ് പുറത്ത് കൊണ്ടുപോകാൻ ആരുടെയും അപ്രൂവൽ വേണ്ട. അതുകൊണ്ട് അവർ നോൺ റെസിഡൻറ്റ് എക്സ്റ്റേണൽ, ഇന്ത്യക്ക് പുറത്താണ് അക്കൗണ്ട്. ഇന്ത്യൻ ബാങ്കിലാണ് അക്കൗണ്ട് ഉണ്ടെങ്കിലും കൂടി മണി ഈസ് ആക്ച്വലി ഔട്ട് സൈഡ്. അതുകൊണ്ടാണ് നമുക്കൊരു NRI അക്കൗണ്ടിൽ നിന്ന് പുറത്ത് കാശ് അയക്കാൻ ആരുടെയും അപ്രൂവൽ ആവശ്യമില്ല. അപ്പോൾ NRI ആണെങ്കിൽ അപ്രൂവലേ ആവശ്യമുള്ളൂ, പക്ഷേ കൊണ്ടുപോകാൻ പറ്റും. ലിമിറ്റ് ഉണ്ട്. അണ്ടർ FEMA ദർ ഇസ് ലിമിറ്റ്. അതിനനുസരിച്ച് കൊണ്ടുപോകാൻ പറ്റും. NRI അക്കൗണ്ടിൽ ആരുടെയും സമ്മതം വേണ്ട, എപ്പോഴെങ്കിലും കൊണ്ടുപോകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അവിടെ നിന്ന് ഇപ്പോൾ പുറത്തുനിന്നാണ് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, NRI ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും സ്വാതന്ത്ര്യത്തോടെ കൊണ്ടുപോകാം.